ബംഗാളിൽ നിന്ന് മമത പടിയിറങ്ങുന്നതിൽ ബംഗ്ലാദേശിനും സന്തോഷം. ബി.ജെ.പി. അധികാരത്തിലേക്ക് വരാൻ കാത്തിരിക്കുകയായിരുന്നു. 15 വർഷത്തെ ഭരണത്തിനു ശേഷം അതിദയനീയമായ പരാജയമാണ് മമതാ ബാനർജി സർക്കാർ ഏറ്റുവാങ്ങിയത്. 200-ലധികം സീറ്റുമായി ആധികാരിക വിജയം നേടി ബി.ജെ.പി. ബംഗാളിൽ അധികാരത്തിലേറാൻ ഒരുങ്ങുകയാണ്. തൃണമൂലിന് 81 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വോട്ടുകൊള്ള നടത്തിയാണ് ബി.ജെ.പി. ജയിച്ചതെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിക്കുന്നത്. തോൽവി അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും അതിനാൽ തന്നെ ഭരണഘടനാപരമായി ഗവർണറെ കണ്ട് രാജി നൽകില്ലെന്നും മമത പറയുന്നുണ്ട്. നിലവിലെ നിയമസഭയുടെ കാലാവധി 8-ന് അവസാനിക്കുന്നതോടെ മമതാ സർക്കാരിന്റെ അധികാരം സ്വാഭാവികമായും ഇല്ലാതാകും. ചരിത്ര വിജയം നേടിയ ബംഗാളിലെ ആദ്യ ബി.ജെ.പി. സർക്കാർ 9-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. ഇതിനിടെ ബി.ജെ.പിയുടെ വിജയത്തിൽ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടീസ്റ്റ നദീജല പങ്കിടൽ കരാർ തടസ്സപ്പെടുത്തിയതിന് മമതാ ബാനർജിയെ വിമർശിച്ചുകൊണ്ടാണ് BNP ബി.ജെ.പിക്ക് കൈയടിച്ചത്. ബി.ജെ.പിയുടെ വിജയം പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിലെ ബന്ധം നിലനിർത്താനും ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. സുവേന്ദു അധികാരിയുടെ കീഴിൽ ബി.ജെ.പിയുടെ പ്രകടനത്തെ BNP ഇൻഫർമേഷൻ സെക്രട്ടറി അസീസുൾ ബാരി ഹെലാൽ പ്രശംസിച്ചു. ദീർഘകാലമായി നിലനിൽക്കുന്ന ടീസ്റ്റ ജലവിഭജന വിഷയത്തിൽ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മമതാ ബാനർജിയുടെ കീഴിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ടീസ്റ്റ ബാരേജ് കരാറിന് തടസ്സമായി നിന്നിരുന്നു. പശ്ചിമ ബംഗാളിൽ സുവേന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ ബംഗ്ലാദേശ് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന കരാറുമായി സഹകരിക്കുമെന്നാണ് കരുതുന്നത്. ബംഗ്ലാദേശ് സർക്കാരും മോദി സർക്കാരും വളരെയധികം ആഗ്രഹിച്ചിരുന്ന കരാറിനെ സുവേന്ദു സഹായിക്കുമെന്ന് കരുതുന്നു. ബംഗാളിലെ അധികാരമാറ്റം ധാക്കയും കൊൽക്കത്തയും ഉൾപ്പെടുന്ന ദീർഘകാല അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നും ഇതിലൂടെ ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യത തുറന്നിട്ടതായും അസീസുൾ ബാരി ഹെലാൽ പറഞ്ഞു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ജലം പങ്കിടുന്നതിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ഒന്നാണ് ടീസ്റ്റ തർക്കം. 1996-ലെ ഗംഗാജല ഉടമ്പടി പ്രകാരം പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗാ നദിയിലെ അണക്കെട്ടായ ഫറാക്കയിലെ ജലം വരൾച്ചാ സമയങ്ങളിൽ ബംഗ്ലാദേശുമായി പങ്കിടണം. എന്നാൽ ഇന്ത്യ ആവശ്യത്തിന് വെള്ളം തുറന്നുവിടുന്നില്ലെന്നും ഇത് കൃഷിയെയും താഴ്ന്ന പ്രദേശങ്ങളിലെ ഉപജീവന മാർഗത്തെയും ബാധിക്കുന്നുവെന്നും ബംഗ്ലാദേശ് പറയുന്നുണ്ട്. കരാർ ഈ വർഷം അവസാനത്തോടെ അവസാനിക്കുന്നതിനാൽ ടീസ്റ്റ ജലത്തിന്റെ ന്യായമായ വിഹിതമാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. സ്വന്തം ജല ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പശ്ചിമ ബംഗാൾ സർക്കാർ കരാറിനെ ഇതുവരെ എതിർത്തിരുന്നത്. 2011-ൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ബംഗ്ലാദേശ് സന്ദർശിച്ചപ്പോൾ ടീസ്റ്റ ജലത്തിന്റെ 37.5% ബംഗ്ലാദേശിനും 42.5% ഇന്ത്യക്കും ലഭ്യമാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ എതിർപ്പിനെ തുടർന്ന് ആ പദ്ധതി നടപ്പായില്ല. സംസ്ഥാനത്തിന്റെ കാർഷിക താൽപര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധാക്ക സന്ദർശനം കരാറിന് പുതുജീവൻ നൽകുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും 54 നദികളാണ് പങ്കിടുന്നത്. എന്നാൽ ഇതുവരെ 2 കരാറുകൾ മാത്രമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഗംഗാജല ഉടമ്പടി, കുഷിയാര നദി ഉടമ്പടി എന്നിവയാണിത്. ടീസ്റ്റയും ഫെനിയും ഉൾപ്പെടെയുള്ള മറ്റ് നദികൾ ഇപ്പോഴും ചർച്ചയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.